രാഹുൽ വിജയൻ നമ്മളോടൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, മലയോര മേഖലയാണ്. ഇടുക്കിയിൽ മഴ ശക്തമാകും എന്ന മുന്നറിയിപ്പ് വരുമ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യത, അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള അപകടങ്ങൾ നടത്താൻ. എന്താണ് ഇടുക്കിയിൽ നിലവിലെ സാഹചര്യം? GK ഓറഞ്ച് അലേർട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമെന്ന് പ്രവചനമുണ്ടെങ്കിൽ കൂടിയും ഈ മഴ അത്ര സജീവമായിട്ടില്ല ഇടുക്കിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടവിട്ട് ചെറിയ തോതിൽ മാത്രമാണ് മഴ പെയ്യുന്നത്. രാവിലെ ഈ രാജാക്കാട്, പൂപ്പാറ, അതുപോലെ തന്നെ മൂന്നാർ മേഖലകളിൽ മഴ പെയ്തിരുന്നു. അത് അത്ര തീവ്ര മഴയല്ലായിരുന്നു. അതുപോലെ തന്നെ പീരിമേട്, ഈ മേഖലകളിലാണ് സാധാരണ മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നതും ശക്തമായ മഴ പെയ്യുന്നതും. അവിടെയും ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചപ്പോഴും വലിയ കാര്യമായിട്ട് മഴ പെയ്തില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇടുക്കിയിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതും. ഒപ്പം തന്നെ പറയേണ്ടത് ശക്തമായ കാറ്റിനുള്ള പ്രവചനം കൂടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തോട്ടം മേഖലകൾ വലിയ ആശങ്കയിലാണ്. തോട്ടം ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആശങ്കയുണ്ട്. പക്ഷേ നിലവിൽ എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്, സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് തന്നെ കുറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി മഴ പെയ്യാതിരിക്കുകയായിരുന്നു. നേരിയ ചാറ്റൽ മഴ മാത്രം ഇടവിട്ട ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മഴയില്ലാതിരുന്നത് കൊണ്ട് തന്നെ ചെറു ഡാമുകളിലെ അടക്കം ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഈ ചെറു ഡാമുകളിൽ പോലും വരുന്നില്ല. മുല്ലപ്പെരിയാർ ഡാമിലാണെങ്കിലും 130 അടിയിലേക്ക് ജലനിരപ്പ് റൂൾ കർവ് പരിധി എത്തിയപ്പോൾ 136 അടിയിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ മാറി ഈ ഡാമുകളിലാണെങ്കിലും ജലനിരപ്പൊക്കെ കുറഞ്ഞു നിൽക്കുന്നത് ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച അത്രയും തോതിലേക്കുള്ള മഴ എത്തി